ഹായ്, ഞാൻ ഷെറിൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സിറ്റിയിൽ നിന്നും മാറി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നോക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് പൊറ്റയിൽ ദേവീ ക്ഷേത്രം. ഇവിടെ നിന്ന് വെറും ഒരു 10 മീറ്റർ മാറി, ആ സ്കൂട്ടർ ഇരിക്കുന്ന സ്ഥലം വരെ ഒരു 10 മീറ്റർ മാറി കഴിയുമ്പോൾ ഒരു ലെഫ്റ്റിലേക്കൊരു വഴി കാണാം. അവിടെ നിന്ന് ഒരു 500 മീറ്റർ മാത്രമാണ് നമ്മുടെ ഹൗസ് വില്ലയിലേക്ക് പോകേണ്ട വഴി. സോ ഇതാണ് ദേവീ ക്ഷേത്രത്തിൻ്റെ അവസാനിക്കുന്ന മതിൽ. ഇതിനോട് ചേർന്നാണ് നമ്മുടെ വില്ലയിലേക്ക് പോകേണ്ട വഴി. ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ റോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വഴീനെ. അതുമാത്രമല്ല, ദേവി സ്റ്റോഴ്സിന് തൊട്ട് അടുത്തായിട്ടുള്ള വഴിയിലേക്കാണ് പോവേണ്ടത്. വെറും 500 മീറ്റർ മാറിയാണ് നമ്മുടെ ഹൗസ് വില്ല ഉള്ളത്. റോഡിൽ നിന്ന് മാറി വെറും 500 മീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ ഹൗസ് വില്ലയിലോട്ട്. സോ ഇവിടെ ഒരു ആർച്ച് കാണാൻ സാധിക്കും. ഈ ഒരു ആർച്ച് കഴിഞ്ഞാണ് നമ്മൾ വെറും ഒരു 10-15 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹൗസ് റോഡിലേക്ക്. സോ നമുക്ക് നമ്മുടെ ഹൗസ് പ്ലോട്ടിലേക്ക് പോകാം. ഹായ്, ഞാൻ ഷെറിൻ. ഞാനെന്നുള്ളത് തിരുമല പൊറ്റയിലാണ്. സോ പൊറ്റയിൽ ദേവീ ക്ഷേത്രത്തിൽ നിന്നും 500 മീറ്റർ മാറിയാണ് ഞാനിന്ന് നിങ്ങളുടെ കുറച്ച് പ്ലോട്ടുകൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഹൗസ് പ്ലോട്ടുകളാണ് കേട്ടോ. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു വില്ല പോലെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടുള്ളൊരു ഏരിയ കാണുന്നത്. ഇവിടെ കുറച്ച് വീടുകൾ പണി നടക്കുകയാണ്, കുറേയൊക്കെ പണി നടന്ന് ഓൾറെഡി സെയിലായ വീടുകളാണ് ഉള്ളത്. സോ ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ലാസ്റ്റത്തെ 2 സൈഡിലുള്ള വീടിനെയാണ് കാണിക്കുന്നത്. സോ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആദ്യത്തെ വീടെന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ്. സോ രണ്ടാമത്തെ വീടെന്ന് പറയുമ്പോഴത്തേക്കും ഇതും. സോ ഈ 2 വീട്ടുകാർക്കും, അതായത് ഈ 2 വീട് എടുക്കുന്നവർക്കും ഒരു സൗഭാഗ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ, ഈ ഒരു പാർക്കിംഗ് ഏരിയ നിങ്ങൾക്ക് സൗകര്യമായിട്ട് കിട്ടും. ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് തന്നെ കാണാൻ സാധിക്കും. പിന്നെ രണ്ട് കാറോളം പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യം ഈ മുറ്റത്തുണ്ട്. പിന്നെ ഇത് നോക്കുമ്പോൾ തന്നെ കാണാം, നല്ല രീതിക്കും ഇൻ്റർലോക്ക് ഇട്ട് ചെയ്തേക്കുന്ന ഒരു മുറ്റമാണ് അവിടെ ഉള്ളത്. പിന്നെ ഒരു കാറ് വന്നു കഴിഞ്ഞാൽ വളയ്ക്കാനായിട്ടുള്ളൊരു സൗകര്യവും ഇവിടെ ഉണ്ട്. നമുക്ക് ബാക്കിലോട്ടൊന്ന് പോവാം. മേലോട്ട് കയറാനായിട്ട്, ടെറസിലോട്ട് പോകാനായിട്ട് ഒരു നല്ല ബലമുള്ളൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിടിയൊക്കെ നല്ല ബലമുണ്ട്. പിന്നെ അലകല്ലുണ്ട്. അത്യാവശ്യം ഒരു നല്ല ആഴത്തിലുള്ള, അത്യാവശ്യം വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു കിണറുണ്ട്. പിന്നെ ഈ തറ ചെയ്തേക്കുന്നത് മൊത്തം സിമെൻറ്റിലാണ്. ബാക്ക് ഏരിയ മൊത്തം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിലം വരുന്നത് സിമെൻറ്റിലാണ്. ഇവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം ഒരു സൈഡ് ഏരിയ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. സോ കുറച്ചുകൂടി വിശേഷം അറിയാൻ വേണ്ടി നമുക്ക് വീട്ടിൻ്റെ അടുത്തോട്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ മേലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഡിസൈൻസും കാര്യങ്ങളും അവർ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന നമ്മുടെ ഒരു വുഡൻ്റെ ഒരു ഡോറാണ്. അത്യാവശ്യം ഒരു പ്രീമിയം ലെവലിൽ തന്നെയാണ് ഡോർ പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. അപ്പോൾ ഈ ലിവിങ് ഏരിയയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രീമിയം ക്വാളിറ്റി ടൈലിട്ടാണ് ഇവർ പണി ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, നല്ലൊരു സ്റ്റാൻഡ് ഇവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു TV ഒക്കെ പോകുന്ന ഒരു സ്റ്റാൻഡാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സൗകര്യപ്രകാരം ഇവിടെ ഡെക്കോസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു സ്പേസ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിൽ കാണും. ഇതൊക്കെ ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും വുഡനിലാണ്. പിന്നെ ഇൻറ്റീരിയർ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്രകാരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം. അല്ലാതെ ഓൾറെഡി ഇവിടെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത റൂമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളിലും വുഡനിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പം ഡോറിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ, ഈവൻ റൂമിലുള്ള കബോർഡിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ വുഡനിലാണ് ഇവർ ചെയ്തേക്കുന്നത്. ഒരു ഡ്രസ്സിങ് സ്റ്റേഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ താഴെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അലമാരയ്ക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് സൗകര്യങ്ങൾ. സോ ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഡോറ് തന്നെ വന്നിട്ട് PVC ഡോറാണ് കേട്ടോ. PVC ഡോറിലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഇവിടെ ഉള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വാഷ് ബേസിൻ ആയിരുന്നാലും ക്ലോസറ്റ് ആയിരുന്നാലും പ്രീമിയം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ക്ലോസറ്റ് ആണെങ്കിൽ പ്രീമിയം ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ വാഷ് ബേസിൻ വന്നിട്ട് പ്രീമിയം ആണ്. ഒരു ബീച്ച് ആൻഡ് ബ്ലൂ കളറാണ് വാഷ്റൂമിൻ്റെ ടൈൽസ് വരുന്നത്. നമുക്ക് അടുത്ത രണ്ടാമത്തെ റൂമിലേക്ക് പോകാം. താഴത്തെ നിലയിൽ രണ്ടാമത്തെ റൂമിലേക്കാണ് പോകുന്നത്.
ഇവിടെയും അത്യാവശ്യം അതേപോലെ തന്നെയാണ്. വുഡനിലാണ് ഈ പറയുന്ന കബോർഡും കാര്യങ്ങളും വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ റെഡിയാവാനായിട്ടുള്ള ടേബിളും, അതായത് ഡ്രസ്സിങ് ടേബിളും വന്നിട്ട് നല്ല രീതിക്ക് മേലെ സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ താഴെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ നമ്മുടെ വുഡൻ കബോർഡ്, ഇവിടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ അതേപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ സെയിം അതേപോലെ തന്നെ PVC പൈപ്പിൻ്റെ ഒരു ഡോറും അതേപോലെ തന്നെ വാഷ്റൂമും. സോ ബെഡ് ലാമ്പും വരുന്നുണ്ട് ഇവിടെ താഴെ. ബെഡ് ലാമ്പും ഇവിടെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഡോറും വുഡനിലാണ് ചെയ്തേക്കുന്നത്. സോ നമുക്കിനി അടുത്ത റൂമിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റൂം. സോ ഇവിടെയും ഡോർ ചെയ്തേക്കുന്നത് വുഡനിൽ തന്നെയാണ്. അതേപോലെ തന്നെ നേരത്തെ പോലെ അതേ ഒരു സെറ്റിംഗ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡോറ് വന്നിട്ട് PVC ആണ്. അതേപോലെ ക്ലോസറ്റും കാര്യങ്ങളും വന്നിട്ട് പ്രീമിയം ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കബോർഡും കാര്യങ്ങളും വുഡനിൽ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസും കാര്യങ്ങളും ഉള്ള ഒരു പ്രീമിയം റൂം തന്നെയാണ്. നമുക്കിനി ലിവിങ് ഏരിയ കഴിഞ്ഞു നമുക്കിനി ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ വാഷ് ബേസിൻ വരും. സോ ഈ ഒരു വാഷ് ബേസിൻ തന്നെ ഒരു വുഡൻ്റെ പീസ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആണ് ഈ ഒരു കാര്യം. ഇവിടെ ഒരു മിററും കാര്യങ്ങളും കുറച്ച് ലൈറ്റിങ്സും വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സോ ഇതാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ. സോ ഫസ്റ്റ് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡൻ്റെ ഒരു സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കബോർഡാണ് ഇത് കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല ഈ ഒരു ടൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മളെ വുഡൊന്ന് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് ടൈല് ചെയ്തേക്കുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു കബോർഡ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ എന്ന് പറയുമ്പം ഔട്ട്പുട്ട്, അതായത് വുഡൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് അകത്ത് മോഡേണിൻ്റെ സ്റ്റാൻഡാണ് കാര്യങ്ങളും വന്നിരിക്കുന്നത്. കാര്യം ഒരു സ്പൂൺ വെക്കാനാണെന്നുണ്ടെങ്കിലും ലാഡൽസ് വെക്കാനാണെങ്കിലും ഈ ഒരു സ്പേസ് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഈ ഒരു ഡോറ് വന്നിട്ട് നമ്മൾ നേരത്തെ പുറത്തൂടെ പോകാൻ നേരത്ത് കണ്ടൊരു ഡോറാണ്. പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു വാതിലാണത്. പിന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു കബോർഡും കാര്യങ്ങളും, അതും വുഡനിൽ തന്നെയാണ് സംഭവം ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ഏരിയ വന്നിട്ട് നമുക്ക് ഡെക്കോർ തിങ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു ഏരിയ കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല ഡൈനിങ് ഏരിയ വരുമ്പോഴത്തേക്കും കുറച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും പാർട്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയ വരുന്നത്. സോ കുറച്ച് പ്രൈവസി ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡൈനിങ് ഏരിയയാണ്. നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെ ടെറസിലേക്ക് ഒന്ന് പോവാം. സോ ഇതാണ് ടെറസിലേക്ക് പോകേണ്ട വഴി. സോ ഇതാണ് വാട്ടർ ടാങ്ക്. 750 കപ്പാസിറ്റി ഉള്ളൊരു വാട്ടർ ടാങ്കാണിത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നേച്ചർ ഫുള്ളി കാണാൻ പറ്റും ഈ ലൊക്കാലിറ്റി നിന്ന് കഴിഞ്ഞാൽ. ലൊക്കാലിറ്റിയിലുള്ള പിന്നെ അത്യാവശ്യം നല്ല സേഫായിട്ട് സൺഷെയ്ഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല വലിപ്പത്തിനുള്ളൊരു സൺഷെയ്ഡും കാര്യങ്ങളും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 45 ലക്ഷമാണ്. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ് ടോട്ടലി വരുന്നത്. ഡയറക്റ്റ് ഓണർ സെല്ലിംഗ് ആണ്. സോ സ്ലൈറ്റ്ലി നെഗോഷ്യബിളും കൂടിയാണ് റേറ്റ്. സോ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് ഓണറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്തോളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.